അതേസമയം തന്നെ നമ്മൾ 2 പുതിയ ബേഡിനെ കൊണ്ടുവന്ന് നമ്മൾ തന്നെ നമ്മുടെ ലോഫ്റ്റിൽ ഓരോ ബേഡിനെയും സെറ്റ് ചെയ്യാൻ പെടുന്ന പാട് നമുക്ക് മാത്രമായിരിക്കും അറിയാവുന്നത്. കാരണം എന്ന് പറയുന്നത് ഓരോ ദിവസവും തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നല്ല ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള ബേഡിനെ എല്ലാം തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് പറപ്പിച്ചെടുക്കുന്നത്. ഈ ഒരു രൂപത്തിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ടൈം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓരോ ആൾക്കാർ പറയാറുണ്ട് നമുക്ക് എളുപ്പമാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് തന്നെ ലോഫ്റ്റുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രൂപത്തിൽ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ലോഫ്റ്റ് എങ്കിൽ ഇനി അടുത്ത ലോഫ്റ്റ് ഇതിൻ്റെ പുറകിലായിട്ടുണ്ട്. അങ്ങനെ തന്നെ ഒരുപാട് ലോഫ്റ്റ് ഈ ഒരു പരിസരത്ത് തന്നെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് തന്നെ ലോഫ്റ്റ് ഇവിടെ ഒരു ലോഫ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇനി ഒരു ലോഫ്റ്റ് അടുത്ത് നല്ല രീതിയിൽ തന്നെ ലോങ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് തന്നെ പെട്ടെന്ന് പറപ്പിച്ചൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. നമ്മൾ ഈ ഒരു കൂട്ടം സെറ്റ് ചെയ്യാൻ തന്നെ നല്ല രീതിയിലുള്ള ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ള കൂട്ടം നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ എന്തായിരുന്നാലും നമ്മളുടെ അടുത്ത് ആ ഒരു ബേഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം അത് നമുക്കൊരു അസുഖം വന്ന് എല്ലാ ബേഡും നമ്മളുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു. ആ ഒരു രീതിയാണ് കേട്ടോ. ചില എക്കാമാർ തന്നെ നമ്മളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു കേട്ടോ. അതായത് പറവയെ പറപ്പിക്കുന്ന സമയത്ത് തീറ്റയും ഫുഡും കൊടുക്കരുതെന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറവ ട്രെയിൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് അത് അറിയാവുന്നത്. നമുക്ക് ഒരുപാട് ഇക്കാമാരൊക്കെ സജഷനും കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും അങ്ങനെയൊക്കെ നമ്മളുടെ ലോഫ്റ്റിൽ ചേഞ്ചൊക്കെ കൊണ്ടുവരുന്നത്. നമുക്ക് അധികമായിട്ട് ബേഡിനെ പറ്റി അറിയില്ല എങ്കിൽ പോലും തന്നെ അറിയാവുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നാലും ഷെയർ ചെയ്യുന്നത്. നമ്മൾ എല്ലാ ബേഡും നമ്മൾ പുറത്തോട്ട് വിടുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമ്മൾ വെള്ളം ഇതുപോലെ തന്നെ സെൻറ്ററിൽ വെച്ച് കുടിച്ചെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള ബേഡിനെയൊക്കെ തന്നെ നമ്മൾ പറപ്പിക്കുന്നത്. ഇപ്പം നിൽക്കുന്ന ഈ ഒരു കൂട്ടം കണ്ടോ, നമ്മളുടെ ഇപ്പം ബേഡ് ആ ഒരു സൈഡിലോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ കൂട്ടം പിരിഞ്ഞിട്ട് തന്നെ ബാക്കിയുള്ള ബേഡൊക്കെ റൂട്ട് പോയിട്ടുണ്ട്. ഇതാ ഈ 2 മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നിൽക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള ബേഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അതിനിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയും ബേഡ് വിടാനായിട്ടുണ്ട്. ഇപ്പോൾ വിട്ട കൂട്ടം അല്ലാതെ തന്നെ ഇനിയും ബേഡിനെ വിടാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും തന്നെ ബാക്കിയുള്ള കൂട്ടം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് വന്നോളും. നമ്മുടെ പറവയുടെ പ്രത്യേകതയാണോ അതോ കിളി പോയിട്ടാണോ എന്നറിയില്ല. അത് കൂട്ടം തെറ്റി ഇതുപോലെ തന്നെ രണ്ടായിട്ടൊക്കെ തന്നെയാണ് പറക്കുന്നത്. ആ ഒരു രൂപമാണ് കേട്ടോ. അതേസമയം തന്നെ നമ്മൾ 2 പുതിയ ബേഡിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കാണിച്ചു തരാം. 2 പുതിയ ബേഡ് ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നത്. നമ്മൾ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ബേഡ്. 2 നമ്മളിപ്പോൾ മേടിച്ചിട്ടുണ്ട്. പിന്നിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് ഇനിയും ഇതിനെയൊക്കെ പറപ്പിച്ചെടുക്കണം. അടിപൊളിയായിട്ടുള്ള പുതിയ 2 എടുത്തിരിക്കുന്നത്. ഇതൊന്ന്, അടുത്തതാ ഈ ബേഡ്. ഇപ്പോൾ 2 കുഞ്ഞിനെയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. നിലവിൽ ഇതാ ഈ കാണുന്നത് ഇതേ സെയിം ലൈനേജിൽ ബേഡാണ് നമ്മളിപ്പോൾ നിലവിൽ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്രീഡറിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് നമ്മൾ ഈ 2 കുഞ്ഞും കൂടെ നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ ലോഫ്റ്റിൽ ബാക്കിയുള്ള ബേഡിനാണ് കേട്ടോ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ഒരു കൂട്ടം പോയതിന് ശേഷം ഇനിയുമുള്ള ബേഡിനൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ വിടുന്നത്. അപ്പോൾ ഇത്രയും ബേഡാണ് കേട്ടോ നിലവിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇത്രയും വർഷമായിട്ട് പറപ്പിച്ചിട്ട് ഇത്രയും ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. നമുക്കുണ്ടായിരുന്ന ബേഡ് ഏകദേശം 10-12 ബേഡോളം തന്നെ, അതായത് ടേംഡ് ആയിട്ടുള്ള ബേഡ് തന്നെ നമുക്ക് ഡെഡായി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്തതാണ് ഇത്. അതുപോലെ തന്നെ ലോഫ്റ്റിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ ഒരു രൂപത്തിൽ ഇപ്പം സെറ്റ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, നമ്മൾ ആദ്യം വിട്ട ആ 3 ബേഡ് ഇപ്പോൾ കണ്ടോ, ബാക്കിയുള്ള ബേഡിനെല്ലാം കണ്ടിട്ട് തന്നെ ഒരുമിച്ചായിട്ടുണ്ട്. അതാണ് എനിക്ക് കാണാൻ കഴിയും. ഈ ഒരു രൂപത്തിൽ തന്നെ ഇനി കൂട്ടം ഒരുമിച്ച് അങ്ങ് പൊങ്ങിക്കോളും. നല്ല രീതിയിൽ തന്നെ ഇനി കൂട്ടമായിട്ട് തന്നെ നിന്ന് പറന്നോളും കേട്ടോ.